ഇതുകൂടി പാക്ക് ചെയ്ത് വെച്ചു. ഇതെന്തിനാ? അത് നേരത്തെ വാങ്ങിച്ചു വെച്ചിരുന്ന. ഒരു വർഷം മോളിൽ പോയിരുന്നപ്പോൾ നോക്കി വെച്ചിരുന്നതാണ്. അന്നവളുടെ സൈസിന് ഉണ്ടായിരുന്നില്ല. അതിൻ്റെ ഒരു ദിവസം ഞാൻ കണ്ടപ്പോൾ മേടിച്ചു വെച്ചിരുന്നതാണ്. അവൾക്കറിയോ? ഇനിയിപ്പോൾ ചെല്ലും പറഞ്ഞോളൂ. ഇത് കൊറിയർ ചെയ്യാനാണല്ലേ? ആ, പാക്ക് ചെയ്ത് വെക്കാം. വിളിക്കാന്നാ പറഞ്ഞേ. മീനു എന്നെ ഒന്ന് എടുക്കാനാണോ? ഇത് കിട്ടിയാലേ ഇരിക്കുള്ളൂ. ഞാൻ ഒരു കയറെടുത്തിട്ടാണ്. പാവം, നല്ല വിഷമമുണ്ട് അവന്. പിന്നെ ഉണ്ടാവൂലേ? പുറത്ത് കാണിക്കുന്നില്ല പാവം. അതൊക്കെ ഡീസൻ്റ് ആയിട്ട് കാണിക്കുന്നുണ്ട്, പക്ഷെ നമുക്കൊന്നും മനസ്സിലാവില്ല. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എന്ത് ചെയ്യാൻ? എനിക്ക് തോന്നുന്നത് സൈലൻസ് ബിഫോർ സ്റ്റോം ആണെന്നാണ്. എന്നുവെച്ചാ കൊടുങ്കാറ്റിന് മുമ്പുള്ള ശാന്തത. പ്ലാസ്റ്റിക് കയറാൻ മതിയോ? ആ മതി. പോപ്കോൺ വേണോ? വന്ന എന്താ അർജന്റായിട്ട് കാണണം എന്ന് പറഞ്ഞത്? പോപ്കോണിന്റെ ക്ലിയറൻസ് സെയിൽ വല്ലതും ആണോ? തമാശ ഏറ്റില്ല. അല്ല, എന്താ അർജന്റായിട്ട് കാണണം എന്ന് പറഞ്ഞത്? അത് സർപ്രൈസ് ആണ്. എന്ത് സർപ്രൈസ്? സർപ്രൈസ് പറയാനുള്ളതാണോ കാണാനുള്ളതല്ലേ? കണ്ണില്ലാത്ത എന്നോടാണോ കുട്ടി കാണുന്ന കാര്യം പറയുന്നത്? അതൊക്കെ ഉണ്ട്, ബാ. ആണോ? എന്നാ വാ, ഇങ്ങോട്ടാണോ? ഹായ്. ഹായ്. മീനുവിൻ്റെ കുറച്ച് തിങ്സ് ഇവരുണ്ടെന്ന് പറഞ്ഞു. വരൂ. ഹായ് മഹേഷ് ചേട്ടാ. മീനെ വിളിച്ചിരുന്നു. അവളുടെ കുറച്ച് സാധനങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞു. മഹേഷ് ചേട്ടൻ മുംബൈയിലേക്ക് പോകുന്നുണ്ടോ? ഡിസൈഡ് ചെയ്തിട്ടില്ല. എന്താ, ഇവിടുന്ന് ആരും വരുന്നുണ്ടോ? ഇരിക്കൂ. ഇല്ല, ടൈമില്ല. ഒരുപാട് സാധനം ഉണ്ടോ? ഇതാ, അവൾ ഇത്ര പെട്ടെന്ന് പോകുമെന്ന് വിചാരിച്ചില്ല. അവളെപ്പോഴും അങ്ങനെ ആരെ എപ്പോഴാണ് വിട്ടു പോകുമെന്ന് പറയാൻ പറ്റില്ല. അല്ല വിനേഷ്, ഇതേപോലെ ഒരിക്കല അവൾ എന്നെ വിട്ടുപോയത്. അന്ന് എനിക്കുണ്ടായ വേദന ഇവിടെ ആർക്കും പറഞ്ഞാൽ മനസ്സിലാവില്ല. എടോ, ലോകത്തെല്ലാവരും സ്നേഹിക്കുന്നത് അവരവരെ തന്നെയാണോ? അത് മറന്ന് മറ്റുള്ളവരെ സ്നേഹിക്കുന്ന നമ്മൾ മണ്ടന്മാരാണോ? ജസ്റ്റ് ഫൂൾസ്. അതെനിക്ക് കുറച്ച് നാൾ മുമ്പേ മനസ്സിലായി. ഇപ്പം തനിക്ക് മനസ്സിലായി കാണുമല്ലോ. അപ്പം ശരി, താങ്ക്സ്. ഈ പെട്ടിൽ കൊള്ളുന്ന മാത്രം എടുത്തുകൊണ്ട് വന്നാൽ മതി എന്നാണ്. ഞാനത് മാത്രം എടുക്കുന്നു. എടോ അവിനേഷേ, താനിങ്ങനെ ഡെസ്പാവേണ്ട കാര്യമൊന്നുമില്ല. തനിക്കൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല, നഷ്ടപ്പെടാൻ പാടുമില്ല. ജീവിതം ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുമല്ലേ. ഈ 2 പെട്ടിൽ അത് മുഴുവൻ കൊള്ളിക്കരുത്. തുമ്മിയാ തെറിക്കുന്ന മുക്കിൽ ഡയമണ്ടിൻ്റെ മുക്കുത്തിയായാലും പോട്ടെന്ന് വെക്കടോ. ലൈഫ് അടിച്ചു പൊളിക്കും. അപ്പം കാണാം. പോട്ടെ. സർപ്രൈസ് കാണാൻ എൻ്റെ ഹൃദയം വെമ്പൽ കൊള്ളുന്നു. ആ, വെൽക്കം മിസ്റ്റർ ഐ ജി. ഇരിക്കും. IG ആയിട്ടില്ല, DIG ആണ്. ദീപക് ഇന്ദുഗോപൻ. ഓ, വെൽക്കം ദീപക്. താങ്ക് യു. ഇതൊരു ഹോസ്പിറ്റലാണോ? അതെങ്ങനെ മനസ്സിലായി? മരുന്നിൻ്റെ മണം. ഓ, സ്മാർട്ട്. അല്ല, ഇവിടെ എന്ത് സർപ്രൈസാ? അതൊക്കെ ഉണ്ട്. അച്ഛൻ അഡ്മിറ്റ് ആണോ? താനൊന്ന് വെയിറ്റ് ചെയ്യും, ഞാൻ പറയാം. ഡോക്ടർ, ഇതാണ് പ്രതി. എന്താ കാര്യം എന്ന് പറ. റിലാക്സ് ദീപക്, റിലാക്സ്. എന്താ ഡോക്ടർ കാര്യം? ഇത് ഡോക്ടർ സണ്ണി. മോഡേൺ സൈക്കോളജിയിലെ ലോകപ്രശസ്തമായ 10 പ്രബന്ധങ്ങൾ എഴുതിയ. അത് സൈക്കോളജി, ഇത് ഒപ്താൽമോളജി. അതെ, മനഃശാസ്ത്രജ്ഞൻ ബ്രാഡ്ലിയും ചാർലി ഒന്നല്ല, ഇദ്ദേഹം എൻ്റെ ഫ്രണ്ടാണ്. നൈസ് ടു മീറ്റ് യു. എവിടെയായിരുന്നോ? എന്തോളജി എന്നായിരുന്നു പറഞ്ഞത്? ഒപ്താൽമോളജി. നൈസ്. ഐ ആം എൻ ഐ സ്പെഷ്യലിസ്റ്റ്. ഇപ്പൊ മനസ്സിലായോ എന്താ സർപ്രൈസ് എന്ന്? ഇദ്ദേഹം ഐ സ്പെഷ്യലിസ്റ്റ് ആയ എനിക്ക് എന്താണ് സർപ്രൈസ്? എടോ, തന്നെ ഇവിടെ ടെസ്റ്റ് ചെയ്യിക്കാൻ വേണ്ടി കൊണ്ടുവന്നതാ. എന്തിന്? എത്ര വയസ്സിലാ കാഴ്ച നഷ്ടപ്പെട്ടത്? 17 ആയിരിക്കും. ഓക്കെ. അവസാനമായിട്ട് കണ്ടത് എന്താണെന്നറിയോ? ഓർമ്മയുണ്ടോ? പക്ഷേ എനിക്കറിയാം. തള്ളേണ്ടി വരുമോ? തൻ്റെ മൂക്ക്. ഞെട്ടണ്ട. എടോ, താൻ മാത്രമല്ല,
ഈ ലോകത്തെ എല്ലാവർക്കും ആദ്യമായിട്ടും അവസാനമായിട്ടും ഏറ്റവും ആദ്യം കാണുന്നത് അവൻ്റെ മൂക്കാണ്. വാ നമ്മുടെ ബ്രെയിനില്ലേ, ആ കാഴ്ചയെ മനഃപൂർവ്വം അവഗണിക്കുന്നതുകൊണ്ട് മാത്രമാണ് നമുക്ക് ചുറ്റുമുള്ള കാഴ്ചകളൊക്കെ കാണാൻ പറ്റുന്നത്. കണ്ട ഇപ്പോഴുണ്ട് നോക്കി. മൂക്ക്. ഓ, ഞാൻ ഈ കാര്യം ഇപ്പോൾ ഇവിടെ പറയാനുള്ള കാരണം എന്താണെന്നല്ലേ? അതാണ്. താൻ ഈ കാഴ്ച ജീവിതത്തിൽ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ഞാനത് തനിക്ക് വീണ്ടും കാണിച്ചു തരും. മൂക്കല്ലേ? പക്ഷെ ഒരു സർജറി വേണ്ടി വരും. അയ്യോ, തീർന്നു. ഒന്നും ഉഷാറായിട്ട് ചിരിക്കടാ. ഇത് പാർട്ടി സ്റ്റോറിന്റെ ഫോട്ടോഷൂട്ടാണ്, അല്ലാതെ ശവപ്പെട്ടിക്കടയുടെ അല്ല. ആ അത്രയും വേണ്ട, കുറച്ച് നോക്കി. ആ ഇത് കുഴപ്പമില്ല. 5 രൂപയ്ക്ക് അഭിനയിക്കാൻ പറയുമ്പോൾ 500 രൂപയ്ക്ക് അഭിനയിക്കരുത്. ഇതാണ് ഒരു മോഡൽ ആദ്യം പഠിക്കേണ്ട പാഠം. ഗോട്ട് ഇറ്റ്? ഓക്കേ അങ്കിൾ. ഹാ എന്നാ പോസ് ചെയ്ത്. ഹാ റെഡി? പോരടാ. കഴിഞ്ഞോ? ഇങ്ങനെ പോരെന്ന് തുടങ്ങിയിട്ടേ ഉള്ളൂ. നൈസ്. ഓക്കെ, കൊള്ളാല്ലേ? ഫോട്ടോഷൂട്ട് നീ എൻ്റെ ഇഷ്ടം പോലെ ചെയ്തോ. എനിക്കൊരൊറ്റ നിർബന്ധമേ ഉള്ളൂ, ഫസ്റ്റ് ലുക്കിൽ തന്നെ പാർട്ടി സ്റ്റോർ ആണെന്നുള്ള ക്യാച്ച് ചെയ്യണം. അല്ലാണ്ട് ഒരുമാതിരി കൂതറ ഇവന്റ് മാനേജ്മെന്റ് കമ്പനികളുടെ പരസ്യം പോലെ ആവരുത്. മനസ്സിലായില്ലേ? അങ്ങനെയല്ല, ചില ഈ കാറ്ററിംഗ് കമ്പനികളുടെയൊക്കെ സ്റ്റിൽസ് ഇല്ലേ, അതൊക്കെ പോലെ. നിങ്ങളുടെ പാർട്ടി സ്റ്റോറില്ലേ, പാർട്ടി നടത്തുന്ന ക്ലയൻസ് ഇവന്റ് മാനേജ്മെന്റ് കമ്പനിയെ അപ്രൂവ് ചെയ്യില്ലേ? അല്ല, അത് ഒഴിവാക്കി സ്വയം പാർട്ടി നടത്താനല്ല ആൾക്കാർ പാർട്ടി സ്റ്റോറിലേക്ക് വരുന്നത്. എനിക്കിട്ട് പണിയാനായിട്ട് എൻ്റെ ഓഫീസിൽ എൻ്റെ മോനെ വെച്ചിട്ട് നിങ്ങൾ ഫോട്ടോഷൂട്ട് ചെയ്യണം. അങ്ങനെയല്ല സർ. പിന്നെ എങ്ങനെയല്ലെന്ന് കുട്ടിക്കുറങ്ങനെ കൊണ്ട് ചുടുചോറ് വാരിക്കാന്ന് കേട്ടിട്ടുള്ളൂ ഞാൻ. നിന്നല്ല കൂട്ടാ സാർ, അങ്ങനെ അല്ലത്. ഇതിനല്ലേ അക്കീം പറഞ്ഞതിപ്പോ. നമുക്കൊരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് പോകേണ്ട പരിപാടിയാണ്. മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് നടക്കൂല കൂട്ടാ. സാർ, എൻ്റെ പാർട്ടി സ്റ്റോറിലേക്ക് വരുന്ന സ്പെൻഡ് ചെയ്ത് പാർട്ടി നടത്താൻ താല്പര്യമുള്ള കസ്റ്റമറിനെ ഞാൻ ഇങ്ങോട്ട് വിടുന്നു. അതുപോലെ ഇവിടേക്ക് വരുന്ന ഒരു കസ്റ്റമറിന് ഇവന്റ് നടത്താൻ താല്പര്യം ഉണ്ടെങ്കിൽ പാർട്ടി ഐറ്റംസ് വാങ്ങാനായിട്ട് സാറിൻ്റെ പാർട്ടി സ്റ്റോറിലേക്ക് വിടും. അപ്പം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് ഗിവ് ആൻഡ് ടേക്ക്, അങ്ങനെയല്ലേ? അങ്ങനെയാണെങ്കിൽ അല്ല, പക്ഷെ ഓൾറെഡി പാർട്ടി പ്ലാൻ ചെയ്തവരല്ലേ പാർട്ടി സ്റ്റോറിലേക്ക് വരുന്നത്. അപ്പൊ എങ്ങനെ? അങ്ങനെയുള്ള ഒരുത്തിനെ ഞാൻ എൻ്റെ പാർട്ടി സ്റ്റോറിലേക്ക് അടുപ്പിക്കില്ല. പോരെ പോരെ. അല്ലളിയാ, നീ ഒന്ന് ഫോട്ടോ എടുക്കാൻ നോക്കും, ഒരു വേണ്ടാത്ത സംശയങ്ങളും. ചിരിച്ചോ? താടി അതിലേക്ക് വരും. കുറച്ചുകൂടെ അടുത്ത് നോക്കിയോളൂ. കണ്ണ് ഓപ്പൺ ചെയ്ത് വെക്കാം. കണ്ണ് പഴുത്ത് ചീഞ്ഞിരിക്കായിരിക്കും. ഭാഗ്യത്തിന് പേടിക്കാനൊന്നുമില്ല കേട്ടോ. ഇല്ലേ? ഞാൻ ആദ്യം പറയാം, സർജറി അങ്ങ് ചെയ്താണ്, വേറെ പ്രശ്നമൊന്നുമില്ല. ഉറപ്പാണോ ഡോക്ടർ? സർജറി കഴിഞ്ഞ ദിയാജിക്ക് കാണാൻ പറ്റുമോ? അയ്യോ പിന്നെന്താ, സാധാരണ ഒരു സർജറിക്ക് 90% വിജയ സാധ്യതയാണ് ഉള്ളത്. ഇയാളുടെ കാര്യത്തിൽ 100% ആണ്. ഇയാൾക്ക് പ്രത്യേകിച്ച് നഷ്ടപ്പെടാവുന്നില്ലല്ലോ, 100% ബ്ലൈൻഡ് അല്ലേ? അല്ലടോ. പക്ഷേ ഒരു പ്രശ്നമുണ്ട്. ഒരുപാട് കോസ്റ്റ് ആവുമായിരിക്കും അല്ലേ? അതാണ് ഞാൻ പറഞ്ഞത്, നമുക്ക് പോവാം. അവിടെ ഇരുന്ന് എന്താ ഡോക്ടർ പ്രശ്നം? കോസ്റ്റ് അല്ല, വിദേശത്ത് പോകേണ്ടി വരുമായിരിക്കും. എനിക്ക് പാസ്പോർട്ടും ഇല്ല. നമുക്ക് പോവാൻ സമയം. ആരാ ഡോണർ? ദ്രോണരാ അമ്പൊക്കെ നന്നായിട്ട് ചെയ്യുന്ന പുള്ളിയല്ലേ ഡോണർ? ആര് കണ്ടുവരുന്നു? എവിടെയെങ്കിലും രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ? ഏയ്, പിന്നെ എങ്ങനെ? ഞാൻ തരാം. നിന്റെ എക്സ്ട്രാ കണ്ണുണ്ടോ? ഞാൻ എൻ്റെ കണ്ണ് തരാം. അപ്പൊ നിനക്ക് കണ്ണു വേണ്ടേ? അതിനെനിക്ക് ഒരു കണ്ണ് പോരെ. എന്താ ഡോക്ടർ, അങ്ങനെ പറ്റില്ലേ? പിന്നെ ധാരാളം. ഒരു ശ്വാസകോശം കൊണ്ട് ആൾക്കാർ ജീവിക്കുന്നു, അപ്പൊ പിന്നെ ഒരു കണ്ണുകൊണ്ട് ജീവിക്കാനാണോ ബുദ്ധിമുട്ട്? അല്ല, കണ്ണ് പക്ഷെ സ്പോഞ്ച് പോലല്ലോ. പക്ഷേ കണ്ണു കൊടുക്കുന്ന ആളുടെ കാഴ്ചയുടെ കാര്യത്തിൽ എനിക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. ചിലപ്പം മറ്റേ കണ്ണിൻ്റെ കാഴ്ച കൂടെ നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. അതൊന്നും വേണ്ടത്. അവന് നല്ല വിഷമമുണ്ട്, ഒന്നും പുറത്ത് കാണിക്കുന്നില്ലെന്നേ ഉള്ളൂ. നിങ്ങൾ പെണ്ണുങ്ങൾ എന്താ ഇങ്ങനെ? എങ്ങനെ? നീ വെറുതെ ജനറലൈസ് ചെയ്ത് പറയണ്ട. എല്ലാം കണക്ക് തന്നെ.
എന്താ നിനക്കും പണി കിട്ടിയ ആരാള്? അനെ വേറെ ആളെ നോക്കിക്കോ, ഞാൻ എന്തായാലും ആ പണിക്ക് പോകൂല. നമുക്ക് കാണാം. നീ ഒരു ദിവസം തലകുത്തി വീഴൂട്ടാ, അന്ന് ഇതന്നെ പറയണം. മനസ്സിലായി. അല്ല, എനിക്ക് സന്തോഷമേ ഉള്ളൂ. പക്ഷേ വഴി ഉണ്ടാക്കേണ്ട സാറിന്റെ സ്റ്റാഫാണ്. അല്ല, ലക്കിയല്ല, DIG. അവനല്ല എന്റെ പടത്തിന്റെ സ്ക്രിപ്റ്റ് എഴുതുന്നത്. ഓ ദാറ്റ്സ് ഗ്രേറ്റ് യാർ. അല്ല, ഞാൻ അവയുടെ പടത്തിലെ എൻ്റെ മോന് വല്ല റോളുണ്ടെന്ന് ചോദിച്ചാ. അല്ല, നോക്കാന്ന് പറഞ്ഞു. വാവ്, കോൾ അടിച്ചല്ലോ നീരജ് കുട്ടാ. അപ്പൊ സാറിന് ഒരു ഷൂട്ടില് 2 പക്ഷി, ഒരു റോളും ഒരു ഓളും. അവിനാശ് വിചാരിച്ച ശരിക്കും 3 പക്ഷിയാക്കാൻ പറ്റും. ഒരാളും കൂടി ചാൻസ് ചോദിക്കാൻ നടക്കുന്നുണ്ട്. ചമ്മോ എന്നുള്ളൊരു ഡൗട്ട് ഉള്ളത് കൊണ്ട് പുള്ളി ചോദിക്കാണ്ടിരിക്കുന്നതാണ്. ആരാ? ഇപ്പൊ ചാൻസ് കിട്ടിയ കുട്ടിയില്ലേ, പുള്ളിയുടെ ഫാദറാണ്. ആരാടാ? സാറോ? ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ ഫാൻസി ഡ്രസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അന്നും സീരിയസ് ആയിട്ട്. അത് മതില്ലടാ. എന്നാലും സാറിന്റെ ഉള്ളിൽ ഒരു യഥാർത്ഥ കലാകാരൻ ഉറങ്ങിക്കിടപ്പുണ്ടെന്ന് ഞങ്ങൾ ഇപ്പോഴും അറിഞ്ഞില്ല. ലോകം അറിഞ്ഞോളൂ, ലോകം അറിഞ്ഞോളൂ എന്ന് പറഞ്ഞു. ഡയറക്ടർ ഒന്നും പറഞ്ഞില്ലല്ലോ. അല്ല, അത് നമുക്ക് നോക്കാം. താങ്ക് യു അവിനാശ്, താങ്ക് യു വെരി മച്ച്. താങ്ക് യു. നിങ്ങളെല്ലാവരും വിചാരിക്കുന്ന പോലെ ഞാൻ സിനിമയിൽ അഭിനയിക്കാനൊന്നും പോകുന്നില്ല കേട്ടോ. പിന്നെ ഞാൻ കഥാപാത്രമായിട്ട് ജീവിക്കും, ജീവിച്ച് തകർക്കും. നോർമലാണ്. ഇതെന്താണാവോ പെണ്ണ് പിടിക്കും, സൈൻ ചെയ്യണം. എന്താ അത്? എഗ്രിമെന്റാണ്. നമുക്ക് സാൻഡയുടെ കണ്ണെടുക്കണ്ടേ? ഒപ്പിട് DIG. അയ്യോ, എനിക്ക് എൻ്റെ ഇഷ്ടത്തിന് കണ്ണെടുക്കാൻ പറ്റില്ല. ആരെങ്കിലും വേണ്ടപ്പെട്ടവർ അനുമതി പത്രത്തിൽ ഒപ്പിട്ടാൽ മാത്രമേ ചെയ്യാൻ പറ്റൂ. പിന്നെ കാഴ്ചയ്ക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഞാൻ ഉത്തരവാദിയാണ്. അതൊന്നും വേണ്ട ഡോക്ടറെ. അതൊക്കെ വേണം, അതാണ് പ്രൊസീജിയർ. പിന്നെ അല്ലേ നമുക്ക് വേറെ എവിടെന്നെങ്കിലും 2 കണ്ണ് ഒപ്പിക്കാൻ പറ്റില്ലേ? അയ്യോ, മനുഷ്യന്റെ കണ്ണ് തന്നെ വേണം, അതല്ലേ? അല്ലാതെ പറ്റില്ല അല്ലേ? അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. എന്നാലും ഇവളുടെ കാഴ്ച നഷ്ടപ്പെടുത്തിയിട്ട് എനിക്ക് അവളെ കാണണ്ട സാർ. കഷ്ടം. DIG, it's okay. ദീപക്, സാൻഡ്രയുടെ കണ്ണ് പൂർണ്ണമായിട്ട് നഷ്ടപ്പെടുമെന്ന് ഞാൻ പറഞ്ഞില്ല. എന്നാൽ അതിനൊരു സാധ്യതയുണ്ട് എന്ന് സൂചിപ്പിച്ചെന്ന് മാത്രം. എത്ര ശതമാനം സാധ്യതയാണ് സാർ? 90% സാധ്യത. ഇതൊക്കെ എന്നാലും സത്യം പറയട്ടെ, ഞാൻ ഇവളൊന്ന് സർപ്രൈസ് ചെയ്യാൻ വേണ്ടി ഇവിടം വരെ വന്നേ ഉള്ളൂ. സത്യത്തിൽ എനിക്ക് കണ്ണ് കാണാം. സത്യം? ഓപ്പറേഷന് മുന്നേ ഓപ്പറേഷൻ സക്സസ് ആയ ആദ്യത്തെ ഒപ്താൽമോളജി കേസാണ്. നീ വിഷമിക്കണ്ട, നോക്ക്, സത്യമായിട്ട് എനിക്ക് കണ്ണ് കാണാം. Shut up, you cheat. അയ്യോ, സത്യമായിട്ട് ഞാൻ ചീറ്റ് ചെയ്തല്ല. അത് ചീറ്റിപ്പോയതാ. എനിക്കിത് മുമ്പേ മനസ്സിലായതാ. റിയലി? അതുകൊണ്ടാ ഇങ്ങോട്ട് തന്നെ കൊണ്ടുവന്നത്. ഡോക്ടർക്കും അറിയായിരുന്നു. ഡോക്ടറെ, എത്തിക്സ്. കണ്ണില്ലാത്തവരെ വിശ്വസിക്കാം, പക്ഷെ കണ്ണിച്ചോരില്ലാത്തവരെ വിശ്വസിക്കാൻ പറ്റില്ല. പക്ഷെ ഞാൻ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്തെന്ന് ചോദിക്കും. അത് ഞാൻ എഴുതുന്നൊരു തിരക്കഥയിൽ അന്ധനും മൂകനായിട്ടുള്ളൊരു കഥാപാത്രമുണ്ട്. അയാളുടെ വേദന നേരിട്ട് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പം മൂകനായിട്ട് അഭിനയിക്കാൻ വളരെ മോശമായി. എല്ലാം കൂടെ ഒരുമിച്ച് എന്നെ കൊണ്ട് പറ്റില്ല സാർ. അല്ല, അപ്പൊ നിന്റെ സ്ക്രിപ്റ്റില് മർഡറിന്റെ സീൻ ഉണ്ടായിരുന്നെങ്കിൽ നീ എന്നെ കൊല്ലുമായിരുന്നോ? സത്യമായിട്ടും കൊല്ലു? അതല്ല, ഞാൻ സത്യമായിട്ടും തിരക്കഥയ്ക്ക് വേണ്ടി ചെയ്തതാണ്. എന്നൊന്ന് വിശ്വസിക്കും പ്ലീസ്. എനിക്ക് വയ്യ. എനിക്കും വയ്യ ഇനി നിന്നെ വിശ്വസിക്കാൻ. മര്യാദയ്ക്ക് പൊയ്ക്കോ. സാന്ദ്ര, എന്റെ മുമ്പിൽ നിന്ന് പൊക്കോളാനാ ഞാൻ പറഞ്ഞേ. ഇനിയും കൂടുതൽ നിന്നാ ഞാൻ ശരിക്കും കണ്ണുകുത്തി പൊട്ടിക്കും. പിന്നെ താൻ സൈൻ ചെയ്യാത്ത സ്ഥിതിക്ക് എനിക്ക് ഓപ്പറേഷൻ ചെയ്യാനും പറ്റില്ല. അതാണ്. അല്ലെങ്കിൽ ഗെറ്റ് ലോസ്റ്റ്. സാന്ദ്ര, ഒരു ദിവസം നിനക്ക് ഞാൻ പറഞ്ഞൊക്കെ സത്യമാണെന്ന് മനസ്സിലാവും. അന്ന് എൻ്റെ സിനിമ ഇറങ്ങിയിട്ടുണ്ടോ? സാൻഡ്ര, പോട്ടിടോ കള. എന്നാലും സണ്ണി, ഒരു ചാൻസ് കൂടെ കൊടുക്ക്. ഈ ജീവിതത്തിൽ റീടേക്കുകളാവാം എന്നാണല്ലോ അല്ലേ? വീട്ടുകളെടോ. എംഡിയാ
എന്നിട്ട് നീ എന്ത് പറഞ്ഞു? എല്ലാം നിന്റെ കയ്യിലാണെന്ന് പറഞ്ഞു. എൻ്റെ കയ്യിലെന്താ? നീയല്ലേ കഥ എഴുതുന്നത്? ഓ അങ്ങനെ. എടാ അപ്പൊ ഈ MD ഒക്കെ രണ്ടും കൽപ്പിച്ചിട്ടാണല്ലേ? രണ്ടുപേരും ദൃക്സാക്ഷികളാണ്. കാര്യമായിട്ട്? അതെ. പറഞ്ഞു തുടക്കടാ. എനിക്കാണെങ്കിൽ ഇപ്പോഴും ആ സീൻ ആലോചിച്ചിട്ട് അമ്മേ. എന്തുകൊണ്ട് എല്ലാവർക്കും ഇവിടെ ആരെങ്കിലും ചത്ത? എന്ത് നിങ്ങളൊരാളല്ലേ? പിന്നെ എന്താ നിനക്ക് എന്താ പ്രശ്നം? എന്താ പ്രശ്നം? ഞങ്ങൾക്ക് എന്താ പ്രശ്നം? എടാ അവൻ ഭയങ്കര ഫ്രസ്ട്രേറ്റഡാ. അത് മറിക്കാൻ അവൻ ഈ തമാശ കഥയൊക്കെ പറയുന്നത്. അതൊക്കെ എനിക്ക് മനസ്സിലാവില്ലേ? നിങ്ങൾക്ക് അവൻ ചോദിച്ചു നിർത്താൻ പറഞ്ഞു. അവൻ ഡോർ ലോക്ക് ചെയ്തോ? അവി അബി അബി തുറക്ക് ഒന്ന് പറഞ്ഞു. അവൻ കാര്യം സോറിട്ടെ വന്നേ വാ. ആ വന്നോ? ഓണപ്പുലരിയിലേക്ക് എല്ലാ മടിയന്മാർക്കും ഒരേ ഒരു മടിച്ചിക്കും സ്വാഗതം. കടന്നു വരും. ഈ സമയം ഇതുവരെ കണ്ടിട്ടില്ലല്ലോ. എങ്ങനെയുണ്ട്? അടിപൊളി. നീ ഇതെങ്ങനെയാടാ ഒപ്പിച്ചേ? ഒപ്പിച്ചതല്ല, അധ്വാനിച്ചതാണ്. ഓണമായോ? ഇന്ന് പൂരാടം, നാളെ ഉത്രാടം, മറ്റന്നാ തിരുവോണം. ഇതൊന്നും അറിയില്ലല്ലേ? പിന്നെ നീ എന്തിനാ പൊന്നോണായെന്ന് പാടിയേ? എന്നാ മാറ്റിപ്പാടാം. പൂവിളി പൂവിളി പൂരാടമായി നീ വരൂ പൂരാടത്തുമ്പി. അപ്പൊ നീ നാളെ എന്ത് പാടാ? ഉത്രാടപ്പൂ നിലാവേ വാ, മുറ്റത്തെ പൂക്കളത്തിൽ വാടിയ പൂവണിയിൽ ഇത്തിരി പാൽ ചുരത്താൻ വാ. നിന്നെ സമ്മതിച്ചളിയാ. ഇന്നലത്തെ നിലവിളിയൊക്കെ കേട്ടപ്പോ ഞാൻ വിചാരിച്ചു കംപ്ലീറ്റ് കയ്യിൽ നിന്ന് പോയി. കൈവിട്ട് പോയൊന്നും എന്തായാലും തിരിച്ചുടിക്കാൻ പറ്റത്തില്ല. പക്ഷെ കൈകോർത്ത് നിന്ന് കഴിഞ്ഞാൽ എന്തിനും തരണം ചെയ്യാൻ പറ്റും. എന്ത് ദൂരം. അതെ. മലയാളികൾക്ക് എന്നും ഓണം സമൃദ്ധിയുടെ ഉത്സവമാണ്. ഇത്തവണ അത് പ്രതീക്ഷയുടെയാണ്. തേച്ചിട്ടും തകർത്തിട്ടും പോയ മലവെള്ള പാച്ചിലിൽ നിന്നും പുതിയൊരു പൂക്കാലത്തിലേക്ക് കരകയറാനുള്ള പ്രതീക്ഷയുടെയും ഐശ്വര്യത്തിന്റെയും ഓണം. അപ്പോ വീണ്ടും തുടങ്ങാം. ധൃതിയൊന്നും പിടിക്കണ്ട. ശരിയാക്കിയാൽ മതി. പോകുന്നു.